ഹലോ എവ്രി വൺ, ഇന്ന് ഞാൻ UK ഒരു കിടിലം അടിപൊളി ഒരു സ്ഥലം കാണിച്ചു തരാം. ഏതാണെന്നല്ലേ? ഡോവർ. ഈ ട്രിപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ കാറ് വാങ്ങിച്ചിട്ട് ഫസ്റ്റ് നമ്മുടെ ലോങ് ട്രിപ്പാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. എത്ര നാളായെന്നറിയാമോ ഇങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്ത് ഒരു ക്ലിഫൊക്കെ കാണാൻ പോയിട്ട്. പണ്ട് നാട്ടിലായിരുന്നപ്പോൾ എപ്പോഴും പോകുമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇപ്പോഴാണ് അതിനൊന്ന് സാധിച്ചത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. ക്ലിഫിൻ്റെ മണ്ടയിൽ നിന്ന് കേൾക്കുമ്പോഴേ അറിയാലോ, അടിപൊളി വ്യൂ ആണ്. പിന്നെ ആ ഒരു നേച്ചർ ബ്യൂട്ടിയും കടലും എല്ലാം കൂടെ ആയപ്പം പൂർത്തിയായി. ഞങ്ങൾ ക്ലിഫിലേക്ക് പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടു. അപ്രതീക്ഷിതമായി കണ്ടാണ്. പിന്നെ അതിനെ ശല്യം ചെയ്ത് അതിൻ്റെ വഴിക്ക് ഓടിച്ച് വിട്ടപ്പോഴത്തേക്കും ഒരു മനസ്സുഖം എന്താണോ എന്ത്. പിന്നെ ഞങ്ങൾ കുറേ ഇറങ്ങി ക്ലിഫിലേക്ക് പോകുന്ന വഴിയായപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെ വന്ന അവൾക്ക് ക്ലിഫിൽ പോകണ്ട, താഴെ ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് വഴിയൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അവൾ ഓൾറെഡി വന്നിട്ടുണ്ടായെന്ന് പറഞ്ഞിട്ട് 1 കിലോമീറ്ററേ ഉള്ളെന്നും പറഞ്ഞിട്ട് നടത്താൻ തുടങ്ങിയതാണ്. 1 കിലോമീറ്ററൊന്നും അല്ല. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേണ്ട ഈ വഴി കൂടെ വേണം ഇറങ്ങി നമ്മൾ താഴെ ഇറങ്ങി ആ പെബിൾസ് ബീച്ച് പോലെയാണ് താഴത്തെ ബീച്ച്, അവിടെ എത്താൻ. ആ വഴിയെന്ന് പറയുന്നത് ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്. ഫുൾ ചെളിയൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കും. പക്ഷെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നന്നായിട്ട് തെന്നിപ്പോകുന്ന വഴികളാണ്. ഈ കമ്പിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ തുരുമ്പും ഇതൊക്കെ പിടിച്ചിരിക്കുന്ന കമ്പിയാണ്. പിന്നെ നമ്മൾ വന്നിറങ്ങുമ്പോൾ തന്നെ ഒരു ഗുഹ പോലെയുണ്ട്. ആ ഗുഹ ചെന്ന് ഇറങ്ങുന്നത് നമുക്കൊരു ഏണി പോലെ അവർ വെച്ചിട്ടുണ്ട്. ആ ഏണി കൂടെ താഴോട്ട് വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഒന്നാമത് എനിക്ക് ഹൈറ്റ് നല്ല പേടിയാണ്. രണ്ടാമത് ഏണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുരമ്പിച്ച് ഇപ്പോൾ ഒടിയും എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. ബട്ട് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ എന്തായാലും ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. നല്ല പേടിയാവുന്നുണ്ടായിരുന്നു ഇറങ്ങാൻ. ഞാൻ ഇറങ്ങുന്ന അനുസരിച്ച് ആ ഏണി കുലുങ്ങുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓഹോ ഇതിപ്പോൾ ഒടിഞ്ഞ് താഴെ വീഴും. ഇറങ്ങി പകുതി എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഇതിനെ എങ്ങനെ മുകളിലോട്ട് കയറും. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ സ്റ്റക്കായിട്ട് നിന്നു. പക്ഷേ എന്നെ ഇറക്കാതെ ഇവർ വിടില്ല. പക്ഷേ ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നല്ല വ്യൂ ആയിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ സൺസെറ്റും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ സൺസെറ്റും കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾ കുറേ നേരം അധികം നിന്നില്ല, കാരണം കടൽ ഇറങ്ങി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ കയറാൻ ഞാൻ നല്ല കഷ്ടപ്പെട്ടു. ബട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ഡോർ വരുവാണെങ്കിൽ ക്ലിഫ് മാത്രമല്ല ഇങ്ങനെ താഴോട്ടും പോകാനൊരു വഴിയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും അത് എക്സ്പ്ലോർ ചെയ്യണം. നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഫസ്റ്റ് ലോങ് ഡ്രൈവ് ആയിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ കയറുന്ന വഴിക്ക് ഒരു കപ്പലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടു. അപ്പം പണ്ടൊക്കെ വന്ന് അടിഞ്ഞതായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. ആ കാണുന്ന കണ്ടോ ആ ലൈറ്റൊക്കെ, അതാണ് ഫ്രാൻസ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ശുഭദിനം.